നാട്ടിലെ പാട്ടുകാർ എന്ന പരിപാടിയിൽ ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത് എൻ്റെ ഗുരുനാഥനും മലയാള സിനിമ ഗായകനും സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ സംഗീത കുലപതി സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ മാഷാണ്. ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് മാഷിനെ സ്വാഗതം ചെയ്യുന്നു. മാഷിൻ്റെ കുഞ്ഞു പ്രായത്തിലെ ഓണത്തെക്കുറിച്ചൊന്ന് പറയാമോ? അതായത് ഏകദേശം നമ്മൾ അറിയാം, ഒരു 5 വയസ്സ് തൊട്ടുള്ള എങ്ങനെയാണ് ഓണം, വീട്ടിലെ അച്ഛൻ, അമ്മ, മാഷ, അഞ്ചന്മാരും ഏട്ടന്മാരൊക്കെ ഉള്ള സമയത്തുള്ളൊരു ഓണം, ഇതിൻ്റെ അനുഭവം ഒന്ന് പറയാമോ? ചെറുപ്പത്തിലൊക്കെ അനുഭവിച്ച ഓണം എന്ന് പറഞ്ഞാൽ ആസ്വാദ്യകരമായ ഓണമാണ്. ആ കാലങ്ങളിലെല്ലാം അനുഭവിച്ച സന്തോഷം ഇപ്പോഴും ഓർക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പൊലിമ മനസ്സിലിങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. പണ്ട് കാലത്തിൽ ഓണം എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഓണം എന്ന് പറഞ്ഞാൽ എന്താ? ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുണ്ണി മാഷ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ, ഒരു വെളുത്ത എലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്നാവണം എന്ന് എഴുതുക. ഒന്നാവണം എന്ന് എഴുതുക. എന്നിട്ട് 2 ഭാഗത്തെ പിടിവിട്ട് കഴിഞ്ഞാൽ ഓണം എന്നാകാണ്. അപ്പോൾ ഇത് നമ്മുടെ ഏത് സാംസ്കാരിക ഉത്സവമായാലും എല്ലാ മതവിഭാഗങ്ങളുടെ ഒരു യോജിപ്പ് ഇതിൻ്റെ പിറകെ ഉണ്ടാകുന്നൊരു കാര്യം പരമസത്യമാണ്. അത് ഞാൻ പറയാൻ കാരണം, പണ്ട് കാലത്തൊക്കെ പൂക്കൾ പറിക്കാൻ ഒരു കുരിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇലയുടെ ഒരു കൊട്ട പോലത്തെ ചെറിയത്, അത് കുത്തൂക്കിയിട്ട പോലെ മൈലുകളോളം നടന്ന് തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ പോയി പൂക്കളൊക്കെ പറിക്കാം. ഓണപ്പൂവ്, തുമ്പപ്പൂവ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഓണപ്പൂ എന്താണെന്ന് കുട്ടിയൊക്കെ അറിയില്ല. അതിൻ്റെ ഷേപ്പ് എന്താണ്, അതിൻ്റെ രൂപം എന്താണെന്ന് പോലും കുട്ടിയൊക്കെ ആർക്കും അറിയില്ല. ആ കാലത്തിലൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കാണ്, എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അവനാണ് എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അവന്. അതുകൊണ്ട് എൻ്റെ കൂടെ എപ്പോഴും നടക്കും. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവനാണ് പൂക്ക് പറിച്ചിട്ട് എൻ്റെ അടുത്ത്. അതുപോലെ തന്നെ ഒരു പയ്യനുണ്ടായി, ജോസഫ് എന്നൊരു പയ്യനുണ്ടായിരുന്നു. അങ്ങനെ കുറേ എല്ലാവരും ക്രിസ്ത്യൻസ് ഉണ്ട്, എൻ്റെ അകത്ത് മുസ്ലിംസ് ഉണ്ട്. ഈ നമ്മളെല്ലാം കൂടെ യോജിച്ചുകൊണ്ടാണ് ഈ പൂക്കളൊക്കെ പറിക്കാൻ പോയത്. അപ്പോൾ ഓണം ദിവസം തന്നെ ആടിവേടന് വരുന്ന സമയത്ത് ഇവരൊക്കെ വരും. അപ്പം എന്തുകൊണ്ടും നമ്മൾ ആലോചിക്കുമ്പോൾ ഏത് സാംസ്കാരിക അതായത് ഉത്സവമായാലും നമ്മളെല്ലാവരും യോജിച്ചിട്ടാണ്. തീർച്ചയായിട്ടും. അത് ക്രിസ്മസ് ആയാലും ശരി, എന്തായാലും ഓണമായാലും എന്തായാലും. ഇപ്പോൾ ഓണപ്പൂക്കൾ നമ്മുടെ നാട്ടിലൊക്കെ ഓണപ്പൂക്കൾ വെക്കുന്നത് ഒരു മുസ്ലിമാണ് കട. ഇപ്പോൾ ഇറക്കുമതിയാണ്, ഓണമൊന്നുമില്ല, ഇപ്പോൾ പൂക്കളൊന്നുമില്ല. സത്യം മനസ്സിലായേ? പഴയ ഓണമൊന്നുമില്ല. ഇപ്പം നമ്മളെ എന്താ ജയമന്തി, പഴയ പുതിയ ജനറേഷൻ. അതെ, ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം ആ ഒരു യോജിപ്പ് കാണുന്നില്ലേ നീ? പണ്ട് അനുഭവിച്ച യോജിപ്പ് തന്നെ ഇപ്പോഴില്ല യോജിപ്പില്ല. അത് ജെയിംസ് ആയാലും മുഹമ്മദ് ആയാലും കുഞ്ഞിരാമനായാലും രാമേന്ദ്രനായാലും ഈ ഒരു യോജിപ്പ് ഇപ്പോഴും ഏത് ഉത്സവമായാലും ഉണ്ട് എന്നുള്ളതാണ് പരമസത്യം. കാരണം എന്തൊക്കെയോ തെറ്റിദ്ധാരണയും തെറ്റുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതുണ്ട്, തെറ്റിദ്ധാരണകളേ ഉള്ളൂ. തെറ്റിദ്ധാരണയും തെറ്റുകളും പഠിച്ചുകൊണ്ടിരിക്കുക. അത് കാലം എത്ര മുമ്പോട്ട് പോയാലും ടെക്നിക്കലായിട്ട് എത്ര വളർന്നാലും മനുഷ്യൻ്റെ മനസ്സ് തെറ്റുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ ശുദ്ധീകരിക്കേണ്ടത്. ഞാനിപ്പോൾ ക്ഷേത്രകലാ അക്കാദമി ചെയർമാനാണ്. പദവി തീരാനായി. എങ്കിലും ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷയിച്ചു പോകുന്ന അവസ്ഥയെ ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം. നമ്മൾ വിശ്വാസാധിഷ്ഠിതമായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോവുക, അല്ലെങ്കിൽ പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ മസ്ജിദിൽ പോവുക, അതൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു വിശ്വാസമുണ്ടല്ലോ. ആ വിശ്വാസാധിഷ്ഠിതമായിട്ട് നമ്മൾ ആ ഇതുപ്രകാരം നമ്മൾ ആരാധിക്കുന്ന ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠയുടെ തന്ത്രശാസ്ത്ര വിധിപ്രകാരം കെട്ടിപ്പടുത്തതാണ് ഈ ശരീരമാണ് ക്ഷേത്രം. നമ്മളിപ്പോൾ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഓണത്തിൻ്റെ പാട്ട്, മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. പക്ഷേ ഈ കാലഘട്ടം അങ്ങനെയാണെന്ന് എനിക്കും തോന്നുന്നില്ല. കാരണം അങ്ങനെയാണ് പല പ്രശ്നങ്ങളും. മാഷ് പറഞ്ഞാലും മനസ്സ് ശുദ്ധമല്ല. അതൊന്നുമില്ല. മനസ്സ് ശുദ്ധമായ നല്ല ഓണം നമുക്കുണ്ട്. അത് പണ്ട് കാലങ്ങളായാലും ഇനി ഇപ്പോഴായാലും അല്ലേ? സാറിന് പുതിയ ജനറേഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ജനറേഷനോട് ഓണത്തെക്കുറിച്ച്. പുതിയൊരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം ഒന്നാമത് ഇവരുടെ ഒരു സംസ്കാരം മുഴുവനും മാറിപ്പോൾ. നമ്മളിപ്പോൾ കൊട്ടാരം പോലെയുള്ള വീട് കിട്ടുന്നു.
വീട്ടിൽ അച്ഛനും അമ്മയും മോനും മാത്രമേ ഉള്ളൂ. മോൻ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആരും അറിയുന്നില്ല. അപ്പം ലഹരിക്ക് അടിമപ്പെട്ടു പോവുക, ഇങ്ങനെ വളരെ വൃത്തികെട്ട ഒരുപാട് സംഭവങ്ങൾ ഇപ്പം നടക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ പറയുന്നത്, ഈ മക്കളോട് ഞാൻ പറയുന്നത്, അവരുടെ ലഹരി എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ സിദ്ധി വൈഭവമാണ് അവരുടെ ലഹരി. അതാണ്. ഞാൻ മദ്യം കൈകൊണ്ട് പോലും തൊടാത്ത ഒരാളാണ്. പക്ഷേ ഇപ്പം രാമേന്ദ്രൻ മാഷ നല്ല പൂസായിട്ടാണ് പാട്ട് പാടുന്നില്ല, പണ്ട് പറയുന്നുണ്ട്. ഞാൻ പലയാളും തിരുത്തിയതാണ്. ഞാൻ കൈകൊണ്ട് പോലും തൊടാത്ത ഒരാളാണ്. അത് നമ്മുടെ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഗീതമാണ് അല്ലേ. അതിൻ്റെ നിന്ന് അനുഭവിക്കുന്ന ഒരു സുഖവും ഇതൊന്നും വേറെ ഒന്നും കിട്ടില്ല. അതുപോലെ ഈ മക്കൾക്ക് ഒന്നിൻ്റെയും ആ തത്വചിന്താഗതികൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പം മലയാള ഭാഷാ നിഘണ്ടുവിൽ ഏറ്റവും മധുരമുള്ളൊരു വാക്കാണ് അമ്മ. ആദ്യാക്ഷരമായ ആ, അന്നമൂട്ടുന്ന അമ്മ, അതുപോലെ തന്നെ അന്നമേകുന്ന അച്ഛൻ, പിന്നെ അറിവ് പകർന്നു തരുന്ന അധ്യാപകന്മാർ. ആർക്കാണ് ഇപ്പോൾ വിലയുള്ളത് അല്ലേ. അപ്പോൾ തത്വചിന്തകമായ ഒരു അംശം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. അതാണ് പരമസത്യം. മാനവ സംസ്കൃതി എന്ന് പറഞ്ഞാൽ നശിച്ച് പോകുന്ന ഒരവസ്ഥ അതാണ്. വളരെ പണ്ട് കാലങ്ങളിൽ പിന്നെ സാറിൻ്റെയൊക്കെ അച്ഛൻ അനുഭവിച്ച കാലങ്ങൾ, കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുകയും സംഗീതം ഒരുപാട് പഠിക്കുകയും ചെയ്ത കാലഘട്ടം, കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ അല്ലേ. അതിനുശേഷം സാറിൻ്റെ കാലഘട്ടം വരുമ്പം ഒരുപാട് പ്രതീക്ഷകളുണ്ട് കാലഘട്ടമായിരുന്നു അല്ലേ. ഇപ്പം വീണ്ടും സംഗീതം പഠിച്ചുകൊണ്ട് ഒന്നും നേടാനില്ലാത്ത കാലഘട്ടത്തിലോട്ട് കൊണ്ടാണ്. കാരണം AI എന്ന സംഭവം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രൊഫഷണലായിട്ടൊന്നും, അതായത് ഇപ്പം പ്രൊഫഷണലായിട്ട് പോകുന്നവർക്ക് മാത്രമേ നിലനിൽക്കാൻ പറ്റൂ. ഇനി പുതിയ ജനറേഷൻ എത്രത്തോളം അതിനോട് പോകുന്ന കാര്യം അറിയാം. അങ്ങനത്തെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. മാഷിൻ്റെ സംഗീത യാത്ര തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി? 60 വർഷം കഴിഞ്ഞു. 50ാമത്തെ ഒരു വർഷത്തിൽ ദാസേട്ടനൊക്കെ വന്നായിരുന്നു. വലിയൊരു പരിപാടിയൊക്കെ നമ്മൾ. അതെ, ശരിയാണ്. ഓക്കെ. സാർ ആദ്യം റെക്കോർഡ് ചെയ്ത പാട്ട് ഓർമ്മയുണ്ട് സാറിന്? സാറ് പാടിയ ആദ്യം പാടിയ പാട്ട് സിനിമയ്ക്ക് വേണ്ടിയതാണ്. അല്ല, സാധാരണ റെക്കോർഡിങ്ങിന് വേണ്ടി ആദ്യം സാർ ഏത് പാട്ടാണ്? റെക്കോർഡിങ്ങും സാധാരണ ഈ ഭക്തിഗാനങ്ങളും മറ്റേതൊക്കെ പാടുന്നത്. ആദ്യം പാടിയത് മുത്തപ്പൻ്റെ പാട്ടാണ്. അതാണ് അയ്യങ്കരയിലെത്തി വാഴുന്നവർ. അതാണോ ആദ്യം പാടിയത്? അതാണ് ആദ്യം പാടിയത്. പിന്നെ പറശ്ശിനി ദേവ, ശ്രീ മുത്തപ്പ, പിന്നെ മുത്തപ്പ ചരിതം എന്നുണ്ട് കുറേ പാട്ടുകളാണ് പാടുന്നത്. അന്നത്തെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം റൂമിൽ വെച്ചിട്ട് മൈക്ക് വെച്ചിട്ടൊക്കെയാണ് പാടുന്നത്, മറ്റേ സ്റ്റുഡിയോ ഇല്ലല്ലോ. അപ്പം മുത്തപ്പ ചരിതം കുറിക്കുമ്പോൾ കാ 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 കട്ട് ചെയ്തു. കാക്കയുടെ ശബ്ദം, കോഴിയുടെ ശബ്ദം, നായ്ക്കളുടെ ശബ്ദം. 10-70 തവണയല്ലേ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. ആ, ഓരോ പാട്ട്, പല പാട്ട്. അയ്യങ്കരയില്ലത്തെ വാഴുന്നവർ, അതൊക്കെ അങ്ങനെയാണോ റെക്കോർഡിങ്? ആ, അതിനുശേഷമാണ് തരംഗണിയൊക്കെ ഇറങ്ങിയത്. തരംഗണിക്ക് മുമ്പേ തന്നെ ഹരിശ്രീ പ്രസാദം ഇതുണ്ടായിരുന്നു. ഹരിശ്രീ പ്രസാദം ഉണ്ട്. അതിൽ എറണാകുളത്തപ്പനെ കുറിച്ചിട്ടുള്ള പാട്ട് ഞാനാണ് പാടിയത് ആദ്യം. അതിനുശേഷമാണ് തരംഗിണി വന്നത്. ഈ ചെറുകുന്ന് കാഞ്ഞങ്ങാടേക്ക് വരാനുള്ള കാരണം, പിന്നെ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ എന്ന പേര് വരാനുള്ള കാരണം? എൻ്റെ ഈശ്വര, പണ്ടുകാലത്ത് തെക്കേ മലബാറിൽ സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതർ, നമ്മുടെ ഗാനഗന്ധർവൻ പ്രിയങ്കരനായ ദാസേട്ടൻ്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫൊക്കെ കൊടികുത്തി വാഴുന്ന കാലത്ത് വടക്കേ മലബാറിൽ ശ്രദ്ധേയനായ ഒരു കലാകാരനായ സംഗീതജ്ഞനായിരുന്നു CK പണിക്കർ ഭാഗവതർ. അതെ. അപ്പം അന്ന് മഹാകവി കുട്ടമത്ത് മഹാകവി പി കുഞ്ഞിരാമൻ നായർ, വിദ്വാൻ PK നായർ, രസീശ്വരൻ കോമൻ നായർ, സുബ്രഹ്മണ്യൻ തിരുമനെ പോലുള്ള ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കാഞ്ഞങ്ങാടും ഒരുപാട് ശിഷ്യസമ്പത്തുണ്ടായിരുന്നു. നമ്മുടെ പ്രമോദ് പി നായർ, നമ്മുടെ പ്രസന്ന, ഒരുപാട് നമ്മുടെ അശോകൻ, അങ്ങനെ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ഈ ഒരു കഷ്ടപ്പാട് ഞാൻ കാണുമ്പോഴേ എനിക്കെന്തോ ഒരു വിഷമം തോന്നി. അച്ഛനും അമ്മയും രാവിലെ 5 മണിക്കാണ് ഉറങ്ങി നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് 8ാം ക്ലാസ്സിലെത്തിയത് എനിക്ക് തോന്നി സംഗീതം പഠിച്ചിട്ട് പോയത് കൊണ്ടൊന്നും വലിയ കാര്യമില്ല. കാരണം കഷ്ടപ്പാടുകളാണ്.
അനുഭവിച്ചു, എത്രയോ പ്രശ്നമായിട്ടില്ലേ മനുഷ്യൻ. അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ജോലി തേടണമെങ്കിൽ ഒരു ഉന്നത വിദ്യാഭ്യാസം നമ്മൾ നേടിയേ പറ്റും. അങ്ങനെയാണ് 10ാം ക്ലാസ് ഞാൻ പാസ്സായതിന് ശേഷം എന്നോട് ഞാൻ പറഞ്ഞു കോളേജ് ചേരണം എന്ന് പറഞ്ഞു. കോളേജിൽ ചേരണം, മോൻ അക്കാഡമി ചേർന്നാൽ മതി, മ്യൂസിക് അക്കാഡമി ചേർന്നാൽ മതി. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് താല്പര്യമില്ല പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കോളേജ് ചേർന്നതിൽ പെർമിഷൻ കിട്ടും. അന്ന് എനിക്ക് ചെറുകുന്ന് പോയിട്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് പോയിട്ട് വരാൻ കണ്ണൂർ എസ് എൻ കോളേജ്, എല്ലാം സർ സെയ്ദ് കോളേജ്, എല്ലാം പയ്യന്നൂർ കോളേജാണ്. ഞാൻ ഇത്രയും അകലെ വന്നതെന്താ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, നാട്ടിലാണ് ഞാൻ കോളേജിൽ പഠിക്കുന്നതെങ്കിൽ വൈകുന്നേരം വീട്ടിലെത്തിയ മറ്റേ വർണ്ണം പഠിക്കുക, എൻ്റെ മനോധർമ്മസ്വരം നീ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കി, താളങ്ങൾ നടിക്കുക, ഇതിൽപ്പെട്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തരും. അപ്പോൾ അതിനകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പാട്ടിനോടുള്ള വെറുപ്പല്ല, പാട്ടപ്പം നമ്മുടെ ഒരു തന്നെ പ്രതിഷ്ഠ തന്നെ. ഇങ്ങനെ കാഞ്ഞങ്ങാടേക്ക് പോയ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രമോദ് പി നായരുടെ അച്ഛൻ ഗോപാൽ മാഷും പിന്നെ കുഞ്ഞിരാമൻ നായരും മറ്റേ ഒരുപാട് ആൾക്കാർ എന്തോ അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് ഒരു അവസരം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കോളേജ് ചേരുന്നത്. കോളേജ് ചേർന്നാലും എനിക്ക് താമസിക്കാനൊരു ഇടം വേണ്ടേ. പല ശിഷ്യന്മാരുടെ വീട്ടിലും മാറി 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 താമസിച്ചിട്ടാണ് ഞാൻ കോളേജിൽ പഠിച്ചത്. സർ, ആ കാലഘട്ടങ്ങളിലാണോ സിനിമയിലേക്കുള്ള പോക്ക്? അല്ല, അത് പ്രീ ഡിഗ്രിൻ്റെ സമയത്ത് തന്നെയാണ് വന്നത്. അന്നേരം പിന്നെ ഈ നാടകത്തിന് പോകുമായിരുന്നു. എനിക്ക് ഈ ഒരു കഴിവ് ഇപ്പോഴും ഞാൻ ശ്രോതാക്കൾ അല്ല കാണികൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ കഴിവുണ്ട് എന്ന് പറയുന്നതല്ല. പക്ഷേ കഴിവൊന്നും എനിക്കില്ല. പക്ഷെ എന്തോ ഒരു സൂത്രഗണിതം കൊണ്ട് എനിക്ക് ഒരു എന്തോ കിട്ടിപ്പോ ദൈവം സാറിന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഒരു ചെറിയൊരു ബോട്ടിലിൽ ഒരു തുള്ളി എനിക്ക് തന്നിട്ടുണ്ടാവും, ഒരു 10 തുള്ളി മാഷ് തന്നിട്ടുണ്ടാവും, 100 തുള്ളി ദാസേട്ടന് കൊടുത്തിട്ടുണ്ടാവും. കാരണം ദൈവം തരുന്നതാണ്. ഇപ്പം പാട്ട് പാടാൻ സംഗീതം പഠിക്കൊന്നും വേണ്ടല്ലോ, പാട്ട് പാടാമല്ലോ. പക്ഷെ അറിവ് കിട്ടണമെങ്കിൽ സംഗീതം പഠിക്കേണ്ടത്. അല്ല, അറിവ് വേണം നമുക്ക്. എന്തെങ്കിലും നമുക്ക് ഇംപ്രവൈസേഷനൊക്കെ നമുക്കൊരു അറിവുണ്ടെങ്കിലേ പറ്റൂ. അതിന് ഏറ്റവും എനിക്ക് ഗുണം കിട്ടിയ നാടകമാണ്. പണ്ട് നാടകം ഞാൻ വയലും ആർക്കും അറിയില്ല. എൻ്റെ അടുത്ത സുഹൃത്താണ് ശ്യാമളാനി പപ്പൻ. ഞാനെപ്പോഴും തിങ്കളാഴ്ച ലേറ്റായിട്ട് വരുന്നതിന് എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി, സിറിയൊക്കെ മാറ്റി എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. കുറേ 1.5 മാസമായിട്ട് ഞാൻ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെ കഴിവുണ്ട് എന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല, എനിക്ക് വാശിയുണ്ടായിരുന്നു. പിന്നെ അതിൽ വീണ്ടും ഇറങ്ങി പോകണ്ടാന്ന് വെച്ചിട്ട് അതായത് ഞാൻ ഈ വയലിൻ കോളേജ് ക്യാൻറ്റീൻ നടത്തുന്ന ഒരു കുഞ്ഞമ്പാട്ടനുണ്ട്. ആ കുഞ്ഞമ്പാട്ടിനോട് പറഞ്ഞിട്ടാണ് ഈ വയലിൻ സൂക്ഷിച്ചത്. അടുക്കളയിൽ വിറക് വെക്കുന്ന സ്ഥലത്താണ് ഈ വയലിൻ സൂക്ഷിച്ചത്. അവിടെ നിന്ന് എടുത്തിട്ടാണ് നാടകത്തിന് വായിക്കാൻ പോയത്. സാർ, അവിടെ നിന്നാണ് സിനിമയിലോട്ടുള്ള പോക്ക്? അതെ. അന്നാണ് ഒരു ഗുരുദത്ത് എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു, നീലേശ്വരത്തെ ഗുരുദത്ത്. അവിടെ മെഡിക്കൽ സ്റ്റോറിൽ നടത്തുന്ന ഒരാളുണ്ടല്ലോ അവിടെ, എനിക്ക് ഓർമ്മ കിട്ടുന്നത്. അദ്ദേഹമാണ് ഒരു പടം എടുക്കാമെന്ന് പറഞ്ഞിട്ട്, പിന്നെ അത് നടന്നില്ല. അങ്ങനെ അതൊക്കെ വലിയ ഒരുപാട് കഥകളുടെ അതിൻ്റെയൊക്കെ പുറകെ. അതിനുശേഷം ജോളി എബ്രഹാം സാറ് മ്യൂസിക് ആയിട്ട് ഒരു പാട്ട് പാടില്ലേ? സ്വപ്നപൂവിൽ വെള്ളിക്കൂടാക്കീരേ എന്നിട്ടൊരു പാട്ടല്ലേ ഇവിടെ. വാണിജ്യറാം രജനീകാന്തികളുണ്ട്, ഡാലിയ പൂക്കളിലാണ്. ആദ്യം ഞാൻ മറ്റൊരു പടത്തിന് വേണ്ടിയിട്ട് പിന്നെ മദ്രാസിലേക്ക് പോയായിരുന്നു കമ്പോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. സ്മാരകം എന്നുള്ളൊരു സിനിമയാണ്. അതെ, ഒരു സ്മാരകം എന്നുള്ളൊരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയായിരുന്നു. അന്ന് 4 പാട്ടാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ കമ്പോസിങ്ങാണ്. അപ്പോൾ അന്ന് ഗുണസിംഗായിരുന്നു എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ. അപ്പോൾ ദാസേട്ടനെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറെടുത്തിട്ട് പോയത്. അപ്പോൾ പാട്ടെല്ലാം കമ്പോസ് ചെയ്തു. EVM സ്റ്റുഡിയോയിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ 3 ദിവസം മുമ്പിൽ ഇവിടുന്ന് മദ്രാസിലെത്തി. അവിടെ ലോഡ്ജിൽ താമസിച്ചു. ഗുണസിംഗുമായിട്ട് ബന്ധപ്പെടാൻ അധികം പറ്റില്ല, തമിഴൊന്നും മര്യാദയിൽ വായിൽ വരില്ല. പക്ഷേ ബന്ധങ്ങളായി. പാട്ടിന് പിന്നെ ബന്ധങ്ങൾ ആവശ്യമില്ലല്ലോ, ഭാഷയില്ലല്ലോ. അങ്ങനെയൊക്കെ കമ്പോസിങ് എല്ലാം കഴിഞ്ഞ് ദാസേട്ടനോട് പറഞ്ഞ് ആരാണ് കമ്പോസ് ചെയ്യുന്നത്, ആരാ മ്യൂസിക് ഡയറക്ടർ ദാസേട്ടൻ ചോദിച്ചു പോലും. അപ്പോൾ പറഞ്ഞു കാഞ്ഞങ്ങാട് രാമൻ തന്നെ. അത് വനക്കയില്ല എന്ന് പറഞ്ഞു. അറിയില്ലല്ലോ. അല്ല, അറിയാത്തല്ല, ഒരുപാട്. കാരണം വെച്ചാൽ ഞാൻ കേരളത്തിൽ ഞാനൊരു സ്ഥലവിന് പാടാൻ ബാക്കിയില്ല. ഒരൊറ്റ ക്ഷേത്രം, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം നടയിൽ പാടി, ആറന്മുള ക്ഷേത്രത്തിൽ, ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ, അഞ്ചുമന ദേവി ക്ഷേത്രം,
പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും പാടി. അങ്ങനെ ഒരു പേര് കുശുംബന്മാരുണ്ടാവില്ല, കലാകാരന്മാർക്ക് കുറച്ചുള്ള ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ കുശുംബാണ്. ഒരുത്തൻ തന്നാണ് മറ്റൊരുത്തിന് കണ്ടുകൂടാ. അങ്ങനെ ഒരു അത് മാത്രമല്ല, സാറ് ദാസേട്ടൻ പാടിയ നമ്പർ 1 ക്ലാസിക്കൽ സോങ് കംപ്ലീറ്റ് സാർ പാടും. അതിനെ പാടും. അതെ, എഴുത്തുകളായിക്കോട്ടെ സുമുഹൂർത്തമായിക്കോട്ടെ അതെ. എല്ലാം. അപ്പം എന്നെ കുറിച്ചിട്ടൊരു ഒരുപാട് വൃത്തികേടുകൾ പറഞ്ഞ് ദാസേട്ടനെ കുറിച്ചിട്ടുണ്ട്. ഒരുപാട് വൃത്തികേടുകൾ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഗുരുവായൂർ വെച്ചിട്ട് 1995 ഒരു സംഗീതജ്ഞ പരിപാടി സംഗീതാർച്ചന നടത്തിയിരുന്നു. അപ്പോൾ അന്നത്തെ ഗുരുവായൂരിലെ കുറേ അവർ അഡ്മിനിസ്ട്രേറ്ററും അവിടുത്തെ പിന്നെ ദേവസ്വം ബോർഡ് ജീവനക്കാരും നാട്ടുകാരൊക്കെ പറഞ്ഞു കാഞ്ഞങ്ങാടിന് എന്തായാലും വിളിക്കണം. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ എന്നെ കുറിച്ചിട്ട് വളരെ വൃത്തികെട്ട ഒരു ഇത് കാര്യമാണ് ഓരോ പറഞ്ഞ് പരത്തിന്. എന്തല്ലോ ഭയങ്കരം, അതൊന്നും എനിക്ക് ഈ ഇതിൽ പറഞ്ഞുകൂടാ. അതുകൊണ്ട് അത്രയും മോശമായിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ടാവും. അവന് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇവരെന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് എപ്പോഴും. ശബരിമലയ്ക്ക് പോകാൻ തുടങ്ങിയതിന് പാട്ട് പാടാനൊരു മോട്ടിവേഷൻ ഉണ്ടായിട്ടാണ്. ഞാനിങ്ങനെ പാട്ട് പാടുന്നുണ്ടെന്ന് നമ്മൾ കോളേജിൽ ഒരു ഇമ്പോസിഷൻ കിട്ടിയതിന് ശേഷം പാട്ട് പാടിച്ചിട്ട് സന്തോഷിപ്പിച്ചതാണ് ഞാൻ പിന്നെ പാടാനുള്ള ഒരു മൂഡുണ്ടായത്. പിന്നെ മാറ്റി വെച്ചില്ല, പിന്നെ ഇറങ്ങിയില്ല. അങ്ങനെ എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുന്ന സമയത്താണ് ഗുരുവായൂർ അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഇല്ലായിരുന്നു. ആ കല്യാണ മണ്ഡപമില്ല, ഒരു കൂട് പോലത്തത്. അതിൻ്റെ ഉള്ളിരുന്നിട്ടാണ് തബലയും വായിച്ചിട്ട് ഹാർമോണിയം വായിച്ചിട്ട് പാട്ട് പാടൽ. അങ്ങനെയാണ് 8 കൊല്ലത്തെ ഒരു ബന്ധത്തിന് ശേഷം ഒരു പരിപാടി എനിക്ക് കിട്ടിയിരുന്നത്, ഗാനമേള. അതിന് മുമ്പെയാണ് ഈ സംഗീതാർച്ചന നടന്നത്, 2 വർഷങ്ങൾക്ക് മുമ്പേ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളെന്തായാലും വരണം. എന്നോട് കമ്മിറ്റിക്കാരൻ എന്നോട് രാമേന്ദ്ര മാഷ് എന്തായാലും വരണം, ദാസേട്ടനുണ്ട്. പക്ഷേ എന്നോട് ഈ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം വേറെ ആൾ എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ, അവർ പറഞ്ഞിട്ടുണ്ട്. കൈതപ്പുറം ശ്രീകുമാരൻ നമ്പി, ദാസേട്ടൻ ആരൊക്കെയോ ഉണ്ടായിരുന്നു. കൈതപ്പുറം സാറ് പാട്ടുകളൊന്നും എഴുതിയ കാലഘട്ടമല്ലല്ലോ. അങ്ങനെ എന്നെ നന്നായിട്ട് അറിയാമല്ലോ കൈതപ്പുറത്തിന്. അപ്പോൾ കൈതപ്പുറത്തിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ ഒന്ന് ഇതിൻ്റെ അതൊക്കെയായിട്ടാണെന്ന്. അപ്പോൾ എൻ്റെ കമ്മിറ്റിക്കാരനോട് രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ്, നിങ്ങൾ എന്തായാലും വരണം. എന്താ അവിടെ നടക്കാൻ പോകുന്നില്ല കാര്യം എനിക്കറിയില്ല. അപ്പോൾ സ്വാമിയാരോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് ഇവിടെ നിൽക്കാം, ദാസേട്ടൻ്റെ കച്ചേരിയെല്ലാം ഉണ്ട് കുറേ, നമുക്ക് കേട്ടിട്ട് പോകാമെന്ന്. കൈതപ്പുറം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു കൈതപ്പുറം വാന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ ആക്ഷൻ, അങ്ങനെയല്ലേ. ഞാൻ ഇപ്പോൾ ഇറങ്ങിയിലിരുന്നു. ഇപ്പോൾ ദാസേട്ടനും ശ്രീകുമാരൻ തമ്പി കൈതപ്പുറമൊക്കെ ഫസ്റ്റ് റോയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അർച്ചനയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ ബാക്കിലിരിക്കുന്നത്. അപ്പം കൈതപ്പുറത്തിന് എന്നോടൊരു വല്ലാതൊരു സ്നേഹമാണ് അപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ദാസേട്ടന് പറഞ്ഞു ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കൈതപ്പുറം എഴുതിക്കുമ്പോൾ എന്നോട് പറഞ്ഞു രാമേന്ദ്രൻ നീ ഇവിടെ വന്നിരിക്കും എന്ന് പറഞ്ഞു. ആ സീറ്റിൽ കൈതപ്പുറം ഇരിക്കുന്ന സീറ്റിൽ അയാളൊരു കെണിയാക്കിയതാണ്, ഒരു സൂത്ര കെണിയാക്കിയതാണ്. അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നപ്പോൾ ഓഡിയൻസ് എല്ലാം പറഞ്ഞു കാഞ്ഞങ്ങാടെ ഒരു പാട്ടുപാട്. പിന്നെ വൈകുന്നേരമായി. ഇപ്പോൾ സംഗീതാർച്ചന പര്യവസാനിച്ചതിന് ശേഷം ഞാൻ ദാസേട്ടനെ ശബരിമലയ്ക്ക് പോകണം, ഞാൻ പോയിക്കോട്ടെ എന്ന്. വേണ്ട മോനെ നീ ഇവിടെ നിൽക്ക്, എവിടെയെങ്കിലും എവിടെയാണ് താമസിക്കുന്നത് ഇവരുടെ കമ്മിറ്റിക്കാരോട് ഒരു സൗകര്യപ്പെടുത്തി കൊടുക്കട്ടോ, നാളെ രാവിലെ പോയാൽ മതി. അങ്ങനെ ഒരു റൂമെടുത്ത് നമ്മൾ സ്വാമിമാരെല്ലാം കൂടെ അവിടെ താമസിച്ച് രാവിലെ. അപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആഞ്ഞൻ നമ്പൂതിരിയുടെ ഇല്ലത്താണ് ദാസേട്ടൻ നിൽക്കുന്നത്. നീ അവിടെ വരണം എന്ന് പറഞ്ഞു, രാവിലെ എന്നെ കണ്ടിട്ട് പോയാൽ മതി. അങ്ങനെ ഞാൻ രാവിലെ 8 മണിയാകുമ്പോൾ എത്തി. സ്വാമിമാരെല്ലാം കൂട്ടിയിട്ട് അപ്പോൾ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്, ഒരുപാട് ആൾക്കാരും ചുറ്റും നിൽക്കുന്നുണ്ട്. ദാസേട്ടനല്ലേ. അപ്പം നമ്മൾ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ വഴി മാറി തന്നു പോയി. പ്രഭേ അതിങ്ങെടുക്ക് എന്ന് പറഞ്ഞു ദാസേട്ടൻ. അപ്പോൾ പ്രഭേച്ച് ഒരു പൊതുക്കെ കൊണ്ടുവന്നു കൊടുത്തു. എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തൊരു പൊന്നാട എനിക്ക് ഞാൻ ശരിക്കും കരഞ്ഞു പോയി. ദാസേട്ടൻ്റെ കവിയത്തിന് ഒരു പൊന്നാട എനിക്ക് തന്നിട്ട് ആദരിച്ച്. അതിന് ശേഷമുള്ള കണക്ഷൻ ഇതുവരെ വിട്ടിട്ടില്ല. ഒരുപാട് പാട്ടുകൾ ശ്രീരാഗം പാടിയിട്ട് കനകാംഗി. അതിൻ്റെ അകത്ത് കനകാംഗി എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മുടെ സംഗീത ശാസ്ത്രത്തിൽ 72 മേളരാഗത്തിൽ 1ാമത്തെ രാഗമാണ് കനകാംഗി. പമഗ സരിഗ നായിക്കൂട സരിഗമ്മ
പധനി സനിധ പമഗാരേ നിരീ കനകാംഗി സ്വരവാഹിനി എന്ന് പറഞ്ഞാൽ തൊടിയായി പോകും. അത് ആദ്യമായിട്ട് ചെയ്ത ഞാനാണ് കനകാംഗി രാഗത്തിൽ. അത് കനകാംഗി എന്നൊരു വേർഡ് എഴുതിയപ്പോൾ കൈതപ്പുറം പറഞ്ഞു, രാമേന്ദ്രൻ കനകാംഗി തന്നെ നീ ചെയ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാണ് കനകാംഗിയിൽ ചെയ്തിട്ടുണ്ടായത്. സാറേ, കമലദളം എന്ന സിനിമയിൽ അത് കമലദളം ആ സമയത്ത് ദുർഗ ഹൈസ്കൂളിൽ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ്. അത് കൊല്ലം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നമ്മൾ മരിച്ചുപോയ പ്രവീൺ പാക്കൊക്കെ ഉണ്ടായിരുന്നു വിദ്യാർത്ഥിയായിട്ട്. അന്ന് അവന് ലൈറ്റ് മ്യൂസിക്കിന് പിന്നെ എന്താണ് മലയാള പദ്യം അതിന്, പിന്നെ നമ്മളെ ഗാനമേള ഒക്കെ ഫസ്റ്റാണ്. തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു കലോത്സവം നടക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ വെച്ചിട്ട് മൈക്കിലേക്ക് കൂടെ ഒരു അനൗൺസ്മെൻറ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ സന്തോഷിക്കുമെന്നു, നമ്മളെ ടീച്ചേഴ്സും എല്ലാവരും കുട്ടികളെല്ലാവരും കൂടെ ഫസ്റ്റൊക്കെ നമുക്കല്ല വാരി കൂടിയിട്ട്. അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ മാഷ് എവിടെയും കൊണ്ടെങ്കിൽ 4ാമത്തെ സ്റ്റേജിലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞു മൈക്കിലേക്ക് കൂടെ. അങ്ങനെ എൻ്റെ കുറേ ഒരാളാടെ നിൽക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു കൈതപ്രാന്ന് പറഞ്ഞത് ഇങ്ങനൊരു അവസ്ഥയുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് കോഴിക്കോടേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടികളോടെ വന്നതാണ്, പെട്ടെന്ന് അങ്ങനെ വരാൻ പറ്റും. അല്ല, എന്നാൽ ടീച്ചറോട് ചോദിക്കുക, നമുക്കിപ്പോൾ തന്നെ പോവാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നാളെ എത്തിക്കോളാം, ഇന്ന് അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നാളെ കോഴിക്കോട്. അങ്ങനെ കോഴിക്കോട് എത്തിയപ്പോഴാണ് ഈ കമലദളത്തിൻ്റെ സ്ക്രിപ്റ്റായിട്ട് പിന്നെ ലോഹിതദാസ് CB മലയിൽ ഇവരൊക്കെയുണ്ട്, മോഹൻലാൽ. അപ്പോൾ ആ സ്ക്രിപ്റ്റൊക്കെ എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ കഥാപാത്രം മോഹൻലാലിൻ്റെ കഥാപാത്രം എന്തെന്ന് പറഞ്ഞാൽ ഒരു നർത്തകൻ്റെ വേഷമാണ്. അപ്പം നർത്തകനായതുകൊണ്ട് എന്തെങ്കിലും ഈ നാട്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ടാൽ കലാമണ്ഡലമായിട്ട് ബന്ധപ്പെട്ടാൽ അറിയാമല്ലോ. വെച്ചാൽ ഇവർ ഷോർണോട് വെച്ചിട്ട് ഷൂട്ട് വെച്ച് ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് അവർ പറഞ്ഞു, അതിൻ്റെ അകത്ത് പഞ്ചജതി താളങ്ങളുടെ ജതികൾ വേണം, പിന്നെ ജാവളി വേണം, പദങ്ങൾ വേണം, മറ്റത് വേണം, മറിച്ചത് വേണം എന്നുണ്ട്. അപ്പം രവീന്ദ്രൻ മാസ്റ്റർ എല്ലാം ചെയ്തിട്ട് പാട്ട് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സായന്തരം, സുമുഹൂർത്തമായി, മറ്റേതൊക്കെ. സുമുഹൂർത്തമായി ആദ്യത്തെ റിഹേഴ്സലിൻ്റെ സ്ഥലം ഞാനാ പാടിയില്ല ആ സമയത്തുള്ളതല്ല. അങ്ങനെ ഇനിയിപ്പം രണ്ടാമത് പിന്നെ മദ്രാസിൽ പോയിട്ട് ഇനി വലിയ ബുദ്ധിമുട്ടാണെന്നല്ലോ, ഇപ്പോൾ എന്താ ചെയ്യുക? അപ്പോഴാണ് കൈതപ്പുറം പറഞ്ഞു, കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ മാഷുണ്ട്, മാഷ ഒന്ന് വിളിച്ച് നോക്കുക, മാഷാണെങ്കിൽ എല്ലാം ചെയ്യും, ഒന്നും നോക്കാനില്ല, അതാണ് നല്ലതെന്ന്. അങ്ങനെയാണ് ഈ വിളി എനിക്ക് വന്നത് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ കൈതപ്പുറം പറഞ്ഞു, നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട് മാഷ, അത് ചെയ്ത് കൊടുക്കണം, നമുക്ക് ഒന്നും പ്രശ്നമില്ല പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം എല്ലാം നോട്ട് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ 10-21 പീസ് അതിന് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്ത് ഞാനാണ്. അങ്ങനെ അലയിപ്പായതേ ഇതിനകത്ത് അലയിപ്പായുതേ കണ്ണാ ആനന്ദ മോഹന വേണുഗാനമതിൽ അലയിപ്പായുതേ എന്നാണ്. അലയിപ്പായുതേ അലയിപ്പായുതേ കണ്ണായൻ മനമിക അലയിപ്പായുതേ അലയിപ്പായുതേ കണ്ണായൻ മനമിക അലയിപ്പായുതേ അലയിപ്പായുതേ കണ്ണായൻ മനമിക അലയിപ്പായുതേ നിന്നാനന്ദമോഹന വേണുഗാനമതിൽ അലയിപ്പായുതേ കണ്ണായൻ മനമിക അലയിപ്പായുതേ നിന്നാനന്ദമോഹന വേണുഗാനമതിൽ അലയിപ്പായുതേ കണ്ണായൻ മനമിക അലയിപ്പായുതേ ഗമധാനി സാരി ഗമധി സ
സനി പ സ പ പ ഗ മ ധ നി പ മ ഗ മ രി സ അലൈപായുതേ. sa 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 ni ri sa ni pa ma ga ma dha ni dha da ni ni ri sa ni pa ma ga ma ri sa dha ni sa ri pa ga ma dha ni sa ri pa ga ga ma ri sa ni ri sa ga ma ri sa ni ri sa 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 ga ma sa ri ri sa ga ma ri ri sa 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 ni pa ma ga ma ri sa 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 ni pa ma ga ma ri sa 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 ni pa ma ga ma ri അലൈപായുതേ കണ്ണാ കണ്ണാ കണ്ണാ. അപ്പോൾ ഈ അലൈപ്പായതെ റെക്കോർഡ് ചെയ്ത് ഇപ്പം അവിടെ പോയിട്ട് നമുക്ക് ദാസേട്ടനെ കൊണ്ട് പാടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പാടിയിട്ട്. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു ഇനി ആരും ഒന്ന് മാറ്റി പാടില്ല, ഇതന്നെ ബെസ്റ്റ് എന്നുള്ളതാണ് മോഹൻലാലിൻ്റെ അഭിപ്രായമാണ്. ചെറിയ കുറച്ച് പല്ലവി ഒന്നുമില്ല, പല്ലവി മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര ജനങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് താളങ്ങൾ, ഈ ജതികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തക്കിട്ട 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 തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്കിത്തട്ട തക്ക തക്കിട്ട തക്ക തക്കട്ട തക്ക ഇങ്ങനെയൊക്കെയുണ്ട്. പല ജതികളുണ്ടല്ലോ നമ്മൾ ഒരേ അടിയിൽ വരുന്നത്. അതെല്ലാം ഞാൻ ആദ്യം ഈ മോഹൻലാലിൻ്റെ ആദ്യത്തെ സീന് ഈ ഭാരതപ്പുഴയുടെ സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ട് ജതി പറയുന്നതാണ്. ആ ജതി ശബ്ദം മുഴുവൻ്റെതാണ് കംപ്ലീറ്റ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് നമുക്ക് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. കാരണം നമ്മൾക്ക് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക്, എന്താ വാക്കിൻ്റെ അർത്ഥം? കഴിയില്ല. പക്ഷെ അത് കഴിയില്ല എന്നാണെങ്കിലും നമുക്ക് കഴിയണം. നമുക്കിപ്പോൾ ഇപ്പം ഇങ്ങനെ ആക്കാം എല്ലാവർക്കും. ഓപ്പോസിറ്റായിട്ട് വരുത്താൻ പറ്റുമോ? അപ്പോൾ ട്രൈ ചെയ്യണം നമ്മൾ. ഇപ്പം 1 2 3 4 5 6 7 8 സ സി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ ഇതല്ലേ. അപ്പോൾ 1 2 3 4 5 6 7 8 1 2 3 1 2 3. ഇത് രൂപതാളം, ഇത് ആദ്യതാളം. ഈ രണ്ടും ഒരുമിച്ച് അടിക്കാൻ പറ്റുമോ? പറ്റും. പറ്റും. ദാ 1 2 3 1 2 3 1 2 3 1 2 3. ഇത് ചെയ്യാൻ പറ്റുമോ? ആവും. പരിശ്രമിച്ചാലോ. ഇതാരും ഒരാക്കാവില്ല. ആ സമയത്താണ് ജതികൾ പല രീതിയിലും നമ്മൾ നാവ് കൊണ്ട് പറയണം. തക്കത്തിമി 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 തക്കത്തിമായി താത്തി കേട്ടത്തോ താത്തി കേട്ടത്തോ താത്തി കേട്ടത്തോ താ. ഇതന്നെ തക്കത്തക്കിട്ട് 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 അങ്ങനെ പറയണം. പിന്നെ തക്കിട്ട് തക്കത്തിമി തക്കിട്ട് എല്ലാം നമുക്ക് ഇമ്പോസിബിൾ എന്ന്. ഞാൻ മക്കളോട് പറയുന്നത് വെച്ചാൽ ഞാനിപ്പോൾ കീബോർഡ് തിരിച്ച് വായിക്കും. ഞാൻ എല്ലാവർക്കും ഇപ്പം നമ്മുടെ കീബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫിംഗറിൻ്റെ ഇതിനനുസരിച്ചിട്ട് അതിൻ്റെ കട്ടനും കാര്യങ്ങളും. പക്ഷേ അത് ഞാൻ നേരെ തിരിച്ചിട്ട് വായിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്. ഞാൻ തബല തിരിച്ചിട്ട് വായിക്കും, വയലിൻ തിരിച്ചിട്ട് വായിക്കും, എല്ലാം വായിക്കും. നമുക്ക് ഇമ്പോസിബിൾ അങ്ങനെ. കാരണം നമുക്ക് അത് പവറാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂ ജനനോട് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ അസുര സാധകം എന്ന് പറഞ്ഞത്. സാറിൻ്റെ അസുര സാധകമാണ് ഭയങ്കര 2-3 മണിക്കൂർ. ഉണ്ണിവരൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണത് അറിയപ്പെടുന്നത്. അല്ല നമുക്ക് ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നതെന്ന് വെച്ചാൽ അത് ഒരു മാനസികവും ശാരീരികവുമായിട്ട് പവറാണിരുന്നത്. നമ്മൾ ബ്രെയിൻ്റെ വർക്കിലുണ്ടല്ലേ, 2 ഭാഗത്തുള്ള പ്രവർത്തനത്തിൽ ശക്തി കൂടുകയും ചെയ്യുക. എന്തെങ്കിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യും, അവിടെ മറക്കൂല.
കാരണം നമ്മൾ കല്ലുപുറക്കി എറിയുന്ന സമയത്ത് ഇതിന് ശക്തി കൊടുക്കുന്നത് ഇതാണ്. ഇങ്ങനെ എഴുതിയാൽ മാങ്ങ പോവില്ല. സാർ അതന്നെ, അതിപ്പം ഞാനിപ്പം സാറിൻ്റെ ശിഷ്യനാണ്. ഇപ്പം സാറ് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ക്ലാസ്സിൽ അതായത് സാറ് ഫുള്ള് സ്വരങ്ങൾ പറഞ്ഞു തന്നിട്ട് കീർത്തനം പഠിപ്പിക്കണം. ഞാൻ എൻ്റെ മക്കളെ അതുപോലെ തന്നെ പഠിപ്പിക്കണം. ഇപ്പോൾ ഉദാഹരണം സാറ് പറഞ്ഞ അതായത് സാർ അങ്ങനെയാ എന്നെ പഠിപ്പിച്ചു. ഇപ്പം അല്ല അങ്ങനെയാ വേണ്ടത്. അപ്പോൾ ഞാൻ കീബോർഡ് വായിച്ചിട്ട് ആ നൊട്ടേഷൻ മാത്രമേ കുട്ടികൾ പഠിപ്പിക്കാറുള്ളൂ. അപ്പോൾ സാറിൻ്റെ അടുത്ത് നിന്ന് മാത്രം കിട്ടുന്ന ഒരുപാട് ഗുണങ്ങൾ അതൊക്കെ. അതെ, നൊട്ടേഷൻ നിർബന്ധമാണ്. കാരണം നമ്മൾ ഈ മ്യൂസിക് എന്ന് പറഞ്ഞാൽ തന്നെ മെലോഡിയസ് അൺഇൻറ്ററപ്റ്റഡ് സ്പിരിറ്റ് ഇൻ കോസ്മോസ് എന്നാണ്. MUSIC എന്ന് പറഞ്ഞാൽ മെലോഡിയസ്, ശ്രവണസുന്ദരമായ, അൺഇൻറ്ററപ്റ്റഡ്, എവിടെയും നിൽക്കാതെ അവിരാമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്താണ്? സ്പിരിറ്റ്, ആത്മാവ്. ഇൻ കോസ്മോസ്, ഈ പ്രപഞ്ചത്തിൽ അവിരാമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശ്രവണസുന്ദരമായ ശബ്ദവിശേഷമാണ് സംഗീതം എന്നാണ് മ്യൂസിക്. രാഗസുധ രസ കേട്ടിട്ടില്ലേ കീർത്തനങ്ങൾ? അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട്. ഈ ത്രിമൂർത്തികളൊക്കെ ഒരുപാട് ഈ ആശയങ്ങൾ ഒരുപാട് കീർത്തനങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, എല്ലാം സംഗീതമാണ്, എല്ലാം സംഗീതമാണ്. ഇപ്പം എല്ലാറ്റിനും മോനിപ്പോൾ പറഞ്ഞതുപോലെ, ഞാൻ മോനെ വിളിച്ചു വിട്ടു, എനിക്ക് എൻ്റെ മോൻ പറഞ്ഞതുപോലെ എല്ലാറ്റിനും നൊട്ടേഷൻസ് ഉണ്ട്. സരി ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ രി ഗ മ ഗ ഗ ഗ രി 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 സ അല്ലേ? അത് വെസ്റ്റേണാണോ? സി ഡി ഇ ഇ ഇ ഇ ഇ ഇ ഇ ഇ ഡി ഇ എഫ് ഇ ഇ ഇ ഡി 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 ബി ഡി സി, വെസ്റ്റേൺ. നൊട്ടേഷൻ ഇല്ലാതെ ഒന്നുമില്ല. ഗ റി സ സരി സനി വ രി സരി സനി സരി വാ ത പി ഗണപതിം, എല്ലാറ്റിനും നൊട്ടേഷൻസാണ്. ഞാനിപ്പോൾ ഒരു ഇടവഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റായിട്ട് ഒരാൾ നടന്നിട്ട് വരുന്നു. നമ്മളോട് എന്താ ചോദിക്കുക? എടുത്തേക്കാ പോന്നേ നല്ല എടുത്തേക്കാ പോന്നേ എന്നല്ലേ ചോദിക്കുക. അതെന്താ നൊട്ടേഷൻ? സസഗരിക എന്നാണ് സ്വരം, മനസ്സിലായോ? സസഗരിക എടുത്തേക്കാ പോന്നേ അങ്ങനെ ചോദിച്ചു. സംഗീതമപി സാഹിത്യം സരസ്വത്യാസ്ഥനദ്വയം ഏകമാപാദമധുരം അന്യത ആലോചനാമൃതം. ഈ അന്യത ആലോചനാമൃതമായിരിക്കുന്ന ആശയത്തെ ആപാദമധുരമാക്കുന്നത് സംഗീതമാണ്. സംഗീതത്തിൽ നമുക്ക് ആശയം മനസ്സിലാവില്ല. ഏട്ടേക്കാ പോകുന്നു ഒരാൾ പറയുക, ഇല്ല എടുത്തേക്കാ പോകുന്നേ. അപ്പം നമ്മൾ അതേ സംഗീതം പഠിച്ചാലും ശരി പഠിച്ചിട്ടില്ലെങ്കിൽ ശരി ഏടിയില്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഏടിയില്ല, അല്ലെങ്കിൽ മീൻ വാങ്ങാൻ പോകുന്നു, അതിന് നൊട്ടേഷൻസ് ഗ സ സ സ സ ഡി സി 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 ഇ സി 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 നൊട്ടേഷൻസ്. ഗ സ സ സ സ എനിക്ക് മീൻ വാങ്ങാൻ പോകാൻ എൻ്റെ കൂടെ ഒന്നിച്ച് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനോ വരട്ടെ എൻ്റെ കൂടെ പദപകരി സരി ഗ ഗ എന്ന നൊട്ടേഷൻസ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അവിടെ പോണ്ടാന്ന്. ഗ ഗ ഗ രി ഗ ഗ രി ഗ രി സ രി ഗ രി ഗ രി ഗ എന്നാ. എല്ലാം സംഗീതമാണെന്ന് പറഞ്ഞു. എല്ലാറ്റിനും നൊട്ടേഷൻസ് ഉണ്ട്. ആണ് സംഗീതം, സത്യമാണ്. ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ സംസ്കാരം മുഴുവനും അതിനൊരു ഡെപ്ത് കിട്ടണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. മോനിപ്പം ഇതൊക്കെ ആധികാരികമായിട്ട് പഠിച്ചതുകൊണ്ടാണ് നികത്ത് തോന്നുന്നത്. അല്ലാത്തവരൊന്നുമില്ല. ഒരു വർണ്ണം പഠിച്ചു, ഒരു ഗീതം പഠിച്ചു, ഒരു വർണ്ണം പഠിച്ചു, ഒരു കീർത്തനം പഠിച്ചു, പൊടിയും തട്ടിയിട്ട് അവരും എഴുന്നേറ്റ് പോയി. അതല്ല, അതിൻ്റെ ഡിവിനിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു മധുരിമയുണ്ടല്ല, നിൻ്റെ ശബ്ദത്തിൻ്റെ, നിൻ്റെ വോയിസ് മോഡുലേഷൻ, നിൻ്റെ വോയിസ് ഡെപ്ത്, സ്മൂത്ത്നെസ്, എക്സ്പ്രഷൻസ്, പ്ലാൻസ് എല്ലാം എനിക്ക് സിദ്ധി വൈഭവത്തോടുകൂടെ മൂകാംബിക അമ്മ അനുകരിച്ചിരുന്നില്ല. അത് പരിപാലിച്ച് കാത്തു സൂക്ഷിക്കാമെന്നാണ് നമ്മളത്. അതാണ് വേണ്ടത്. പണ്ട് സാറിൻ്റെ അനുഗ്രഹം സാറിൻ്റെ അടുത്ത് പഠിച്ചു. അത് നമ്മുടെ എല്ലാം ശുദ്ധമായ മനസ്സുണ്ട് എന്നല്ല പറയുന്നത്. നമ്മൾ ശുദ്ധമായ ഒരു മനസ്സിൽ പഠിപ്പിക്കേണ്ടതും ആത്മാർത്ഥമായിട്ട് നിന്നെ മനസ്സിലാക്കി പഠിപ്പിക്കണം ഗുരുക്കന്മാർ. നിൻ്റെ വോയിസ് മോഡുലേഷൻ, അതിൻ്റെ ഡെപ്ത് എങ്ങനെയാണ്, ഏത് ശ്രുതിയിലാണ് അവൻ്റെ പിച്ച് പോവുക, മേൽ പഞ്ചവും പേര് ശബ്ദം പോകണം, എവിടെയാണ് പോവുക, അപ്പോൾ ഏത് ശ്രുതിയിൽ തുടങ്ങണം, ഈ ഒരു കണക്ക് നമുക്കുണ്ട്. എല്ലാറ്റിനും താളമാണ്. താളമില്ല ഒരു കാര്യവും നടക്കില്ല മോനെ. ഇതാണ്, അത് മനസ്സിലാക്കിയിട്ട് പഠിപ്പിക്കണം. അപ്പോഴാണ് അതിനെല്ലാം ഇംപ്രവൈസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് പാടാനൊക്കെ പറ്റി. പിന്നെ ദാസേട്ടനൊക്കെ പാടിയ വളരെ പ്രയാസപ്പെട്ട പാട്ടല്ല നീ പാടുന്നു, മനസ്സിലായ? അതിൻ്റെ ഇംപ്രവൈസ് ചെയ്തിട്ട് അപ്പോൾ ദാസേട്ടൻ അപ്ലൈ ചെയ്ത എന്തെല്ലാം പ്ലാൻസ് ഉണ്ടോ അത് മുഴുവൻ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലേ. അതാണ് സംഗീതത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു 10-30 ദിവസം പറഞ്ഞാലും തീരൂല സാറേ. അപ്പം അങ്ങനെയാണ് അലൈപ്പായതേ സാറ് പാടുന്നത്. അതെ.
ലാലേട്ടന് വേണ്ടിയിട്ട് ഫസ്റ്റ് പാട്ടല്ലേ ഇത്? അതെ ലാലേട്ടന് വേണ്ടിയിട്ടുള്ള ഒരു നൃത്തം പഠിപ്പിക്കുന്ന, മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു രംഗമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് നല്ലൊരു സന്ദർഭമാണത്. ഞാൻ ഇങ്ങനെ ആവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അത് ഭയങ്കര പോപ്പുലറായിരുന്നു. പോപ്പുലറായിരുന്നു. ഞാൻ അത്ര വൃത്തിയിൽ പാടിയിട്ടുമില്ല. ഇത് ഒരു ഡമ്മി മാത്രമല്ലേ ഉള്ളൂ. കാരണം ദാസേട്ടൻ വന്നിട്ട് പാടേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പാടിയിട്ടുള്ളൂ. പക്ഷേ പാടിയപ്പം എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് മോഹൻലാൽ പറഞ്ഞു ഇത് മതി, സിബി മലയാളം പറഞ്ഞു ഇതിനി മാറ്റിയേ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫിക്സ് ചെയ്തത്. സാർ അങ്ങനെ കമലത്തിൽ സാറ് പാടി അതിനുശേഷം പിന്നെ പുലരിയായി നിറമലരിയ ഒരു ചിത്രപടം കൂടെ പാടി പാട്ട് ജീവിതമുണ്ടായിരുന്നു. അതൊക്കെ വളയം നില എസ് പി വെങ്കടേഷിൻ്റെ കമ്പോസിംഗ് ആണ്. സാർ അത് കഴിഞ്ഞ് സാറൊരു പടത്തിൽ മുഖം കാണിച്ചു, ശ്രീരാഗം. സാർ തന്നെയാണ് എൻ്റെ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ശ്രീരാഗം, അതെ. അത് ഒരുപാട് പാട്ടുകൾ സാറ് പാടിയിട്ടുണ്ട്. ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു. ഞാൻ അതിനൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാനവിടെ കൊല്ലം ജില്ലയിൽ അവിടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമുണ്ട്. അവിടെ എൻ്റെ ഗാനമേള. ഗാനമേളക്ക് ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ അതിലിടെ വന്നിട്ട് പറഞ്ഞു, സാർ ഇതൊന്ന് പാടാൻ പറ്റുമോ, ഇതൊന്ന് ട്യൂൺ ചെയ്ത് പാടാൻ പറ്റുമോ ഈ വേദിയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ള കുറച്ച് വരികളാണ്. ഞാൻ ഓൺ ദ സ്പോട്ട് തന്നെ അത് കമ്പോസ് ചെയ്തു. ഗിറ്റാർസിനോട് ഇത് പറഞ്ഞ് കീബോർഡിനോട് കോഡ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ തന്നെ പാടി. ഭയങ്കര കയ്യടിയായിരുന്നു. നല്ല പാട്ടായിരുന്നു അത്. പാട്ട് പാടിക്കഴിഞ്ഞ പാട് അതിൻ്റെ ആൾ വന്നിട്ട് എന്നെ കെട്ടിയങ്ങ് പിടിച്ചിട്ട് രാമേന്ദ്ര മാഷെ, ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, നിങ്ങളെൻ്റെ സംഗീതം ചെയ്യണം, ഞാൻ ഈ ഭഗവാന്റെ നടയിൽ തന്നെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഇത് സംഭവം ഉണ്ടായത്. ശ്രീരാഗം നിയോഗം എന്ന് പറയും. നിയോഗം അതല്ല, ഞാൻ അഭിനയിക്കുമെന്ന് ഞാൻ വിചാരിച്ചൊന്നുമല്ല. അത് വേറെ ക്യാരക്ടർ ആരൊക്കെയുണ്ടോ ഉദ്ദേശിച്ചതാണ്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. അതുകൊണ്ട് എൻ്റെ തലയിൽ തൊട്ടു. അതുകൊണ്ട് വലിയൊരു അനുഭവം ഉണ്ടായി എനിക്ക്. നെടുമുടി വേണു സാറിൻ്റെ നെടുമുടി വേണു നമ്മുടെ ഈ എനിക്കിത് പട്ടുമ്പളയും തന്നിരിക്കുന്ന സംഗീത കുലപതി പുരസ്കാരം തന്നത് രാജരാജ ക്ഷേത്രത്തിൽ നിന്നാണ്. അത് ആചാരമര്യാദ പ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും വെച്ചിട്ടാണ്. വളരെ എല്ലാ രാജാക്കന്മാരും ആദ്യം അതുകൊണ്ടാണ് രാജരാജേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. രാജ പദവി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് മുമ്പിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് അർപ്പിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിന് പ്രത്യേകത. പത്മശ്രീ കിട്ടുന്നത് തുല്യമായിട്ട് തന്നെ വരൂ. അങ്ങനെയാണ്. ഇതേ ഒരു ചടങ്ങ് പോലെയാണ് എനിക്ക് അന്ന് ആ സിനിമേൻ്റെ അനുഭവിച്ചത്. അതായത് നെടുമുടി വേണു എൻ്റെ കാല് കഴുകിയിട്ട് തളികയിൽ കാല് വെച്ചിട്ട് കാല് കഴുകിയിട്ട് ആ കാലിന് ഇട്ടിട്ട് എന്നെ ആലോചിക്കാറുണ്ട്. അതെനിക്ക് മറക്കാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിച്ചതേ അല്ല. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു എന്താ പറയണ്ടത്, ഇത്ര പറഞ്ഞാലും തീരാത്ത ഒരു മഹാഭാഗ്യമാണ്. നല്ല ഇതായിരുന്നു. കമ്പോസിങ് എല്ലാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ദാസേട്ടനും ഭയങ്കര ഇഷ്ടമായിരുന്നു. ശ്രീരാഗം കമ്പോസ് ചെയ്തു, കനകാംഗി, അങ്ങനെ കുറേ പാട്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു 8 പടം ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് ഒരു 8 പടം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കമ്പോസിങ്ങും തിരക്കിലാണ് ഇപ്പോൾ. പണ്ടത്തെ പോലെയല്ലേ, പ്രോസസ്സ് മാറിയില്ലേ. ഇപ്പോൾ കമ്പോസിങ് പണ്ട് കാലത്ത് ദേവരാജൻ മാസ്റ്റർ വരികളെന്താണ് അതിന് കണക്കായിട്ടാണ് സംഗീതം കൊടുക്കുന്നത്. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാൻ പറയുന്നത് പോലെയല്ലേ, ഒരു ഗദ്ഗതമായി. എന്ത് രസമാണല്ലോ ട്യൂണിങ്. വരികൾക്കനുസരിച്ച് ട്യൂണ്. വരികൾക്ക് അകലെ എത്രയോ അകലെയാണ്. ഇന്നിപ്പോൾ അതൊന്നും നോക്കുന്നില്ല. ആ പാട്ടിൻ്റെ ചന്ദ്രകലയുടെ പ്രഭൻ്റെ ഒരു ഐശ്വര്യമുണ്ട്. പാട്ട് ഒരു കുത്തില്ലേ ചന്ദ്രകലയായിട്ട്. ഇപ്പോൾ ചന്ദ്രകലയില്ല, വെറും പാട്ട മാത്രം. സാർ ബാഗടിയിൽ ഇന്നലെ മയങ്ങുമ്പോൾ സംസ്ഥാനം നോക്കിയിട്ട് അതെ കുറ്റമല്ല ഞാൻ പറയുന്നത്. എങ്കിലും നിൽക്കുന്നില്ല. ആയുസ് വളരെ കുറവാണ് ഇപ്പോഴത്തെ പാട്ട്. അതെന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ വയലാറിൻ്റെ എഴുത്ത്, ONV സാറിൻ്റെ ഗൃഹാതുരത്വത്തിൻ്റെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, ഐ മിസ് യു, ഒരൊറ്റ ഇംഗ്ലീഷ് വേർഡിൻ്റെ പാട്ടാണ് പല്ലവി. അരികിൽ നീ കേട്ട് നോക്കറോ, എന്തൊരു രസമാണ് അത്. അതിൻ്റെ മീനിങ്ങും അതിൻ്റെ കമ്പോസിങ്ങും എല്ലാം രസമാണ്. സുഖമോ ദൈവി എന്നുള്ള ഒരൊറ്റ പദം കൊണ്ട് പല്ലവിയാക്കിയില്ലേ രവീന്ദ്ര മാഷ്. അപ്പോൾ ആ പ്രോസസ്സ് പണ്ട് കാലത്തെ കഥാപാത്രങ്ങളെ നോക്കി അതിൻ്റെ പിന്നെ സ്ക്രിപ്റ്റിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ആശയങ്ങൾ അതൊക്കെ നോക്കി എന്നിട്ടാണ് വരികൾ എഴുതുന്നത്, എന്നിട്ടാണ് സംഗീത സംവിധാനം കൊടുക്കുന്നത്. ഇന്നിപ്പോൾ അതല്ല, ആ പ്രോസസ്സൊക്കെ മാറി. ഇന്നിപ്പോൾ സംഗീത സംവിധാനം വന്നിട്ട്
തര തെരെ തെര 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 ഗാനം നീയും വന്നു ഞാനും തിന്നു ഉറങ്ങി എന്നെല്ലാം പറഞ്ഞിട്ട് അല്ല അങ്ങനെ ഇതൊക്കെ ഒരു ആശയങ്ങൾ അതിൻ്റെ ഒന്നാമത് സമയം അവർക്കറിയാനിട്ടല്ല. ഇപ്പം വയലാറിൻ്റെയൊക്കെ പാട്ട് എത്ര ആശയങ്ങളാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു പാട്ട്, പ്രവാചകന്മാരെ പറയൂ. ഇപ്പം ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്ത്, ദേവരാജ മാഷ കമ്പോസ് ചെയ്യുന്ന സമയത്ത് വയലാർ ചോദിച്ചത്ര പോലും അല്ല ഇത് ഇത്ര അലറി പാടണോ. അപ്പോൾ ദേവരാജ മാഷ പോലും അതല്ല, അവരെ എത്രയോ ദൂരെയുള്ളത് പ്രവാചകന്മാർ. അതെ സാർ, അവർക്ക് ഭക്തി ഇല്ലാത്ത രണ്ടുപേരാണ്. പക്ഷെ അവർ ചെയ്ത ഭക്തിഗാനങ്ങൾ കേട്ട എന്താ തേടിവരും കണ്ണുകൾ ശരണമയ്യപ്പ സ്വാമി ഇന്ന് വരെ ആ ഭക്തി വെല്ലാൻ വേണ്ടി ഒരാളും ആ പാട്ട് ചെയ്തിട്ടാ. തേടിവരും കണ്ണുകളിൽ അവർ ഭക്തി ഇല്ലാത്ത ഭക്തിയുടെ അത് മുഴുവൻ നമുക്കൊരു ഇതാക്കിയിട്ടില്ല. എല്ലാ പാട്ടുകളും ശബരിമല തങ്ക സൂര്യോദയം എല്ലാം ഒന്നും പറയാൻ പറ്റില്ല അവരുടെ. ഞാൻ ഇപ്പോഴത്തെ സംഗീത സംഗീതം ഒരുപാട് കഴിവുള്ളവരാണ്, എല്ലാവരും കഴിവുള്ളവരാണ്. എം ജയേന്ദ്രൻ ആയാലും ബിജു ആയാലും തിരക്കുകൾ എല്ലാവരും നല്ല കഴിവുള്ളവരാണ്. പക്ഷെ ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നാൽ എനിക്ക് തോന്നുന്ന അതാണ്. കുറ്റപ്പെടുത്തി നമ്മൾ പറയുന്നതല്ല, അങ്ങനെയൊക്കെ ആയിപ്പോയി മാറിയിരുന്നു. ആശയങ്ങളൊന്നുമില്ല. ഓരോ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും നമുക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. വയലാറൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ. മയിലാടും കുന്ന് എന്ന് പറഞ്ഞൊരു സിനിമയിൽ പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് വയലാറ് പറഞ്ഞു പോലും നമുക്ക് നാട്ടിൽ വെച്ചിട്ട് എഴുതാം, നിങ്ങൾ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ആലപ്പുഴ വയലാറിൽ റൂമിൽ എടുത്ത് ഒരു നരസിംഹ ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ എൻ്റെ തൊട്ടടുത്ത് റൂമിൽ എടുത്തിട്ട് 2-3 ദിവസം കഴിഞ്ഞ് പാട്ട് എഴുതിയിട്ടില്ല. അപ്പം വയലാറിനെ കുട്ടാന്നാണ് വിളിക്കല് ദേവരാജ മാഷ്. ഒരു കസേല മറ്റേ വലിയ കസേല കാല് വെച്ചിരിക്കുന്ന കസേലിൻ്റെ കാലെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം ഇയാളിങ്ങനെ മുമ്പിലേക്ക് കൂടെ ഒരു ഈവനിങ് വാക്കും മോർണിംഗ് വാക്കൊക്കെ ആയിട്ട് നടക്കുന്ന 2 ദിവസം ദേവരാജ മാഷ്. അപ്പോൾ കുട്ടാ വല്ലതും എഴുതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഗേറ്റിൻ്റെ അടുത്ത്. അപ്പോൾ ഒരിക്കൽ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ എല്ലാം എഴുതിയിട്ടില്ല പറയും. ഇപ്പോൾ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ ചോദിച്ചു അരികിൽ ഇതാണ് അപ്പം സന്ധ്യ മയങ്ങുന്ന നേരം എന്തിനീ വഴി വന്നു ബന്ധുവരെ രാഗബന്ധുവരെ. അപ്പോൾ ദേവരാജ മാഷ് ഒരു കഷ്ണം കടലാസിൽ ഇതിങ്ങി തന്നെ സന്ധ്യമയങ്ങും ഗ്രാമചന്ത പിരിയുന്ന നേരം ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു എനിക്കെന്തു നൽകാൻ വന്നു. ഇതൊരു ചോദ്യമാണ്, അത് ആലോചിച്ചോ കുറോ. അതെ സാർ, തീർച്ചയായിട്ടും പറഞ്ഞ അങ്ങനെ ആയിപ്പോയി. ഇപ്പം സന്ധ്യ മയങ്ങും നേരം 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 എങ്ങനെയല്ല ഇന്നത്തെ ഒരു അല്ല. നല്ല ഞാൻ കുറ്റമല്ല പറയുന്നത്, കാരണം ഇന്ന് ഒരുപാട് ആസ്വാദകരുണ്ട്. നല്ല പാട്ടുകളാണ് ഗാനമേളക്ക് എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ പ്രോസസ്സൊക്കെ മാറിയില്ലേ. അല്ല, ഗാനമേള മാറി, കംപ്ലീറ്റ് മാറി, DJ ആയി. അതെ അതെ, നല്ല കഴിവുള്ള കലാകാരന്മാരുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. 1000 പേര് നല്ല ഓഡിയൻസ് ആണെങ്കിൽ അതിൽ 100 പേര് ഉള്ളതുകൊണ്ട് ഈ 900 പേരും വെറുതെ മുഷിഞ്ഞു പോവാണ്. 100 പേർക്ക് വേണ്ടി മാത്രമല്ല ഗാനമേള. പക്ഷെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് എൻ്റെ ഗാനമേള എപ്പോഴും അങ്ങനെയല്ല സാർ. ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ പാട്ടിനും പ്രാധാന്യം കുറിച്ചുള്ള പ്രോഗ്രാം ചെയ്യാറുള്ളൂ, അത് എന്ത് സംഭവിച്ചാലും. കാരണം അടിപൊളി ഉണ്ടാവും. നമ്മൾ സാധാരണ ക്ലാസിക്കൽ അല്ല, ഇവർക്ക് അറിയാം, സംഗീതത്തെക്കുറിച്ചൊക്കെ അറിയാം, ആ സ്വാതന്ത്ര്യം അതിൻ്റെ സംസ്കാരം എന്താണൊക്കെ അറിയാം. പക്ഷേ ഈ ഒരു വഴി ഒരു അങ്ങനെ ഒരു വഴിയായിട്ട് മാറിപ്പോന്നതാണ്. നേരെ മറിച്ച് ഇപ്പം ഡപ്പാങ്കുത്ത് കളിച്ച ആൾക്കാരുടെ ഏതെങ്കിലും ഒരു കുട്ടി നല്ല കഴിവിൽ പാട്ട് പാടുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ ഫ്ലവേഴ്സ് ചാനലിലോ അല്ലെ വരുന്ന ഇങ്ങനെ മത്സരത്തിൽ ആ കുട്ടീനെ സെലക്ട് ചെയ്യുന്ന പാട്ട് എത്രയോ ആ ചാച്ചൻ്റെ കാലത്ത് റിലീസ് ചെയ്ത പടങ്ങളിലെ പാട്ടാണ്. കാരണം അന്നത്തെ പാട്ടിന് നമുക്ക് ഒരുപാട് അപ്ലൈ ചെയ്യാൻ ഒരുപാട് പ്ലാൻസും കാര്യങ്ങളും. ദാസേട്ടനൊക്കെ പ്ലാൻസ് ആലോചിച്ച് ഇപ്പോൾ നമ്മുടെ എസ് ജാനകിയമ്മ മരിച്ചുപോയി. എസ് ജാനകിയമ്മയെ കുറിച്ചിട്ട് പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഒരു ഹേമാവതി എന്നിട്ട് കർണാടക ചിത്രത്തിൽ ആഭോഗ്യരാഗവും തോടിരാഗം കൂടി മിക്സ് ചെയ്തിട്ട് പാടും. എന്ത് രസം, ആർക്കും പറ്റില്ലായിരുന്നു. കാരണം ആഭോഗ്യം നേരെ പോയിട്ട് അതേ ആ ഒഴുക്കിൽ തന്നെ സരിഗ മധസ പാട്ട് കഴിഞ്ഞ പാട് പിന്നെ തോടിയിലേക്ക് ഇറങ്ങിയിട്ട് വരും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, അവർക്ക് വലിയൊരു തീരാനഷ്ടം നമുക്ക് എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇപ്പം അതൊന്നുമില്ലല്ലോ. നന്നാവട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത്. സാറിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു.
ഇനിയും ഒരുപാട് പറഞ്ഞു തീരാനുണ്ട്, കാരണം സമയം നമുക്ക് അനുവദിക്കുന്നില്ല. അപ്പം നമ്മൾ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി സാറിന് ഒരാശംസ. എല്ലാവർക്കും നമസ്കാരം. കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഇത്ര സമയം ഓണവിശേഷങ്ങളുമായി പങ്കുവച്ച എൻ്റെ ഗുരുനാഥനും മലയാള സംഗീതത്തിൻ്റെ സിനിമാ ലോകത്തെ ഗായകനും സംഗീത സംവിധായകനും സംഗീതജ്ഞനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ മാഷിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. വേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം. കുന്നത്തെ കാവിൽ നിന്നും തേവര താഴെഴും നള്ളുന്നേ, പോലോലം മഞ്ചൽ മൂളി പോരുന്നുണ്ടേ, മൂളിപ്പോരുന്നുണ്ടേ. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം. നാഴിപ്പൂവെള്ളും പൊന്നെല്ലും ചൊഴിക്കും മക്കൾക്കും തായും. നാഴിപ്പൂവെള്ളും പൊന്നെല്ലും ചൊഴിക്കും മക്കൾക്കും തായും. നാവോറ് പാടണ കന്നി മൺകുടവും വീണയുമായി, നാവോറ് പാടണ കന്നി മൺകുടവും വീണയുമായി. നീ എന്തേ വന്നില്ല, പൊന്നോണം പോയല്ലോ. ഒരു നില മുഴുവതിൽ മുതിര വിതച്ചേ, അതിനൊരു പകുതിയും ഒരു വിളി തിന്നേ. വേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം. വാളും ചിലമ്പും കലമ്പി വാതിൽ പടിക്കൽ വന്നാർത്തു. വാളും ചിലമ്പും കലമ്പി വാതിൽ പടിക്കൽ വന്നാർത്തു. ഉണ്ണികളെ തേടി വരുന്നു ഉള്ളുരുകും കാവിലയമ്മേ, ഉണ്ണികളെ തേടി വരുന്നു ഉള്ളൊരുകും കാവിലയമ്മേ. നീ വാഴും കാവിന്ന് ദീപച്ചതാരെന്നോ, ഒരു പിടി അവിലിന് നിറപൊരി മലരിന് വെയിലിന് മുഴുവനും നിൽക്കണതാരാ. വേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം. കുന്നത്തെ കാവിൽ നിന്നും തേവര താഴെഴും നള്ളുന്നേ, പോലോലം മഞ്ചൽ മൂളി പോരുന്നുണ്ടേ, മൂളിപ്പോരുന്നുണ്ടേ. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം.